യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ, നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ തോന്നലിൻ്റെ മുകളിൽ എന്തൊരു വൈറ്റാലിറ്റി ഉള്ള ഒരു മുഖമായിരുന്നു KPCC പ്രസിഡന്റിന്. ഈ പരുവത്തിലേക്ക് എത്തിയത് ഈ കൂടോത്രയല്ലേ? അല്ല, അദ്ദേഹം വിശ്വസിക്കുന്ന അങ്ങനെയാണല്ലോ, അങ്ങനെ പറയുന്നതല്ല. ഇതാരാ നടത്തിയത്? ആരെ കൊണ്ടാണ് നടത്തിച്ചത്? ഈ പാർട്ടിയിൽ ഇതും നടക്കും, ഇതിനേക്കാൾ അപ്പുറവും നടക്കും. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കൊരു നേതൃത്വം ഇല്ല. കോൺഗ്രസിന് രാജ്യത്തിലെ ജനതയെ നയിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അതിജീവിക്കാൻ പറ്റില്ല, പരാജയപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വീണ്ടും LDF ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് ശശി തരൂർ പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ആശങ്ക പൊതുവിൽ ജനങ്ങളിലുണ്ട് എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു ഇപ്പം നടന്ന ഗ്ലോബൽ മീറ്റ്. യാതൊരു ഞങ്ങളിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കതിന് പ്രശ്നമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ട് അമിതമായിട്ടുള്ള വിശ്വാസം, ഒരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. അയാൾ പിന്നെ ഒരഭിപ്രായം പറയുന്നു, ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാവുന്നതിനെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് മാത്രം. അത് അവരുടെ അഭ്യന്തര പ്രശ്നം. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി ഇതുവരെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം വളപൊട്ടുന്നത് പോലെ പൊട്ടിച്ചു അദ്ദേഹം. ആ ഭാഗത്തോടാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്. ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെൻറ് എന്നാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഈ നമ്മൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയാറില്ലെന്ന്, കോൺഗ്രസ്സുകാരും അറിയാറില്ല ഫാസിസ്റ്റ് ഗവൺമെൻറ്. താനി ഫാസിസ്റ്റാണെന്ന് പറയാറ്. പിണറായി വിജയനെ സംബന്ധിച്ച് ഫാസിസ്റ്റാണെന്ന് പറയാറില്ലേ? ഇല്ലേ? പ്രതിപക്ഷ നേതാവ് അത് അദ്ദേഹത്തിന് തന്നെ അറിയാമോ ഫാസിസ്റ്റ് ആയതുകൊണ്ടല്ല, അതൊരു പ്രയോഗം എന്നുള്ള നിലയിൽ പറയുന്നതാണ്. എല്ലാ ഇനി പറയുന്ന ആൾക്കാരുണ്ടാകുന്നേ. ഞങ്ങളുടെ ഡോക്യുമെൻറ്റിൽ പറയുന്ന ആധികാരികമായി ഞങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ള കാര്യം ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെൻറ്റാണ്. അല്ല, ഞങ്ങൾ 22-ാം പാർട്ടി കോൺഗ്രസ് മുതലേ ഞങ്ങൾ പ്രസംഗിച്ചായിട്ട് കേൾക്കാത്തതുകൊണ്ടാണ്. അത് 22 പാർട്ടി കോൺഗ്രസ്, 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഫാസിസ്റ്റിക് നേച്ചർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു. ലൈറ്റല്ലാന്ന് ഇത് വരട്ടെ. ഫാസിസം വന്നിട്ടില്ലല്ലോ. ഫാസിസം വന്നു കഴിഞ്ഞാൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ മുന്നണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംവിധാനമാണ്. എന്നാൽ പിന്നെ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കണ്ടേ? ഇവിടെ ഫാസിസം വന്നു കഴിഞ്ഞു, ഇനി ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ആൾക്കാരും യോജിക്കണം, അതിനൊരു ഐക്യ മുന്നണി വേണം എന്നാൽ അങ്ങനെ ഒരു മുദ്രാവാക്യം കോൺഗ്രസ് വെച്ചിട്ടുണ്ടോ ഇതുവരെ? വസ്തുത അല്ലാതിരിക്കാൻ പറ്റും. ഞങ്ങളെപ്പോലുള്ള ഒരു പാർട്ടിക്ക് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന, രാഷ്ട്രീയമായ പ്രചരണം നടത്തുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി, ചെറിയ പാർട്ടിയായിരിക്കാം. CPM-നെ സംബന്ധിച്ചിടത്തോളം വസ്തുതയല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഭീകരമുഖം RSSന്റെ ഭീകരമുഖവും BJP ഗവൺമെൻറ്റിൻ്റെ ഭീകരമുഖവും തുറന്നു കാട്ടുന്നതിന് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച ഞങ്ങളുടെ ധാരണയിൽ വരുന്ന തെറ്റാണത്, പെശകാണത്. ഇപ്പം ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവൺമെൻറ്, ആ സാധ്യത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഒരു ഭാഗം വന്നത്. അങ്ങനെ ഒന്നും വരില്ല. ഇങ്ങനെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെൻറ്റാണ് ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ടോർപ്പിഡോ ചെയ്യാനുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങളിത് എത്ര കാലമായി നടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്നില്ല എന്നല്ലാണ്ട് ഞങ്ങളിത് എത്ര കാലമായി കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടോ? ഞങ്ങളിത് എത്ര കാലമായി പറയുന്നത്? അതിൻ്റെ അത് ഒരു പ്രശ്നവും ഇല്ല. വസ്തുതയായിട്ട് പറയണോ, അതാണ് മാർക്സിസം. ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, ഉള്ള കാര്യമാണ്.